വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത പെരുമ്പാവൂരിൽ നിന്നും വരുന്നു. അവിടെ പ്ലൈവുഡ് കമ്പനിയിൽ മോഷണം ആരോപിച്ച് യുവാവിനെ സംഘം ചേർന്ന് തല്ലിക്കൊന്നു എന്നുള്ളതാണ്. അസം സ്വദേശികളായ 6 തൊഴിലാളികളെയാണ് ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. മരിച്ച അത് അതിഥി തൊഴിലാളി തന്നെയാണ്. ഇപ്പോൾ ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, ആൾക്കൂട്ടക്കൊലയുടെ ഒരു സ്വഭാവമുണ്ട്. പക്ഷേ ഇപ്പോൾ അറിയുന്നിടത്തോളം ഈ കൊലപാതകം ചെയ്തവരും ഇതര സംസ്ഥാന തൊഴിലാളികളാണല്ലോ. അഭിലാഷ്, ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ്. പെരുമ്പാവൂർ പ്ലൈവുഡ് കമ്പനിയിലാണ് ഉള്ളത്. ഇത് മോഷണ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഈ മർദ്ദനം അഴിച്ചുവിട്ടത്. അസം സ്വദേശികളാണ്. കസ്റ്റഡിയിൽ എടുത്ത 6 പേരും അസം സ്വദേശികളാണ്. അസം സ്വദേശിയായ മറ്റൊരു തൊഴിലാളിയാണ് ഇവർ മർദ്ദിച്ചത്. ഈ മരിച്ച ഈ തൊഴിലാളിയെ, ഇതര സംസ്ഥാനക്കാരനായ തൊഴിലാളിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് അസം സ്വദേശികളായ അലാവുദ്ദീൻ, മിനാറുൽ, സക്കീർ ഹുസൈൻ, അതോടൊപ്പം തന്നെ ഹബീസുദ്ദീൻ, ഹസൻ അലി, മുസമ്മിൽ എന്നിവരാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. മർദ്ദനത്തെ തുടർന്ന് ഇയാൾ ഇപ്പോൾ കൊല്ലപ്പെട്ടയാളുടെ മുഖത്തും വയറിലും കൈകാലുകളിലും എല്ലാം തന്നെ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. പല്ലുകൾ ഉൾപ്പെടെ തകർന്നിരുന്നു. ഇപ്പോൾ നിലവിൽ പെരുമ്പാവൂർ സാഞ്ച ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇയാൾ ക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റു. ഉടൻ തന്നെ വിവരം പറഞ്ഞ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് ഈ തൊഴിലാളികളടക്കം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. ഇവർ ഒപ്പം ഉണ്ടായിരുന്നവരാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇവരിൽ നിന്ന് ലഭ്യമാക്കുന്നതേയുള്ളൂ. കാരണം ഭാഷാ പ്രശ്നമുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ പൂർണ്ണമായ വിവരങ്ങൾ എന്താണ് എന്നത് കൂടി പോലീസ് മനസ്സിലാക്കുന്നു. ഒപ്പം ഈ 6 പേരെയും നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർക്കൊപ്പമുള്ള ആൾ തന്നെയാണ് ഇയാൾ എന്നതാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. മോഷണം നടന്നവിടെ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി അറിയുന്നത്. ഇത് കമ്പനിയിൽ നിന്നാണോ അതോ ഇവരെ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പലപ്പോഴും വഴക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. തൊഴിലാളികൾ തമ്മിൽ പലപ്പോഴും ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ ഉടലെടുത്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. നിലവിൽ 6 പേരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈകാതെ ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിൽ നമുക്ക് പ്രേക്ഷകർക്ക് പൂർണ്ണമായും ദൃശ്യങ്ങൾ കാണിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അത്രമേൽ അതിക്രൂരമായി ആണ് ഇവർ ഈ കുറ്റകൃത്യം നിർവഹിച്ചത് എന്നുള്ളതാണ്. ഇതിൽ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള 6 പേരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ ഡാനി ഇപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ മുഖത്തും കൈകാലുകളിലുമൊക്കെ മാരകമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അറിയേണ്ടത് ഡാനി, നമ്മൾ തന്നെ നേരത്തെ ഈ വാർത്തകൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ പെരുമ്പാവൂർ എന്നത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ലഹരി വസ്തുക്കളടക്കം അധികമായി ഉപയോഗിക്കുന്നവരായി അവിടെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നിജസ്ഥിതി ഇനിയും അറിയേണ്ടതുണ്ട്. ഇതിപ്പോൾ മോഷണക്കുറ്റമാണ് ആരോപിക്കപ്പെടുന്നത് എങ്കിൽ പോലും പരസ്പരം തമ്മിലടിച്ചതാണോ, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, ഇതിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ടല്ലേ ഡാനി? അഭിലാഷ്, ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതിൽ മോഷണം എന്ന് പറയുന്നത് കമ്പനിക്കകത്ത് നടന്നതാണോ അതോ ഇവർ താമസിക്കുന്നിടങ്ങളിൽ, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അവിടെ ഇവർ കൂട്ടമായി താമസിക്കുന്ന ബായി കോളനി ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളുണ്ട്. അപ്പോൾ അവിടെ വെച്ചാണോ ഈ രീതിയിൽ മോഷണം സംഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത്, ഏത് രീതിയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും 6 പേരും ഇതിൽ ഉൾപ്പെട്ടവരെല്ലാം ഈ ക്രൈം സീനിൽ വന്ന ഉൾപ്പെടെയുള്ള മുഴുവൻ പേരും അസം സ്വദേശികളാണ്. അവരിൽ ഒരാളെ തന്നെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതാണ് അറിയുന്നത്. ഇയാളുടെ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. വൈകാതെ അതിലേക്ക് കൂടി എത്താമെന്ന് തന്നെയാണ് കരുതുന്നത്. അഭിലാഷ്, ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മരണപ്പെട്ടത്. സംഭവത്തിൽ 6 ഇതര സംസ്ഥാന തൊഴിലാളികളെ തന്നെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് കൂട്ടം ചേർന്ന് മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.